നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ.ബി. ഗണേഷ് കുമാർ UDF-ലെത്തുമോ? എത്തും എന്ന സൂചനയാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ നൽകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്നും കെ.ബി. ഗണേഷ് കുമാർ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങളും കോൺഗ്രസ് നേതാക്കളും നൽകുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന CBI റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസ് ഒരു തുറന്ന ആക്രമണമൊക്കെ നിയമസഭയിൽ വെച്ച് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഉമ്മൻചാണ്ടി ഭക്തരായ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ ഗണേഷ് കുമാറിനെതിരെ വലിയ വിമർശനങ്ങളാണ് നിയമസഭയിൽ ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ ആ കാലമെല്ലാം പോയി കഴിഞ്ഞു. ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ എ ഗ്രൂപ്പ് വിട്ട് കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഭക്തി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടുള്ള ഭക്തിയും അവസാനിപ്പിച്ച് VD സതീശൻ്റെ കൂടെ പൊറുതി തുടങ്ങി. അതുകൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാം കെ.ബി. ഗണേഷ് കുമാറിനെ UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന പക്ഷക്കാരാണ്. അതിന് കാര്യമായ എതിർപ്പ് ഇപ്പോൾ UDF-ൽ ഇല്ല. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ പോലും കെ.ബി. ഗണേഷ് കുമാറിനെ സ്വീകരിക്കുന്നതിൽ ഒരു വൈമുഖ്യവുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയുമായി കെ.ബി. ഗണേഷ് കുമാറിന് വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് ഗണേശൻ വരുന്നതിൽ യാതൊരു എതിർപ്പും ഉണ്ടാകില്ല. പിന്നെ എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ തവണ പത്തനാപുരത്ത് മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള ആളുകൾക്കാണ്. എന്നാൽ അതെല്ലാം പറഞ്ഞ് തീർക്കാം, പറഞ്ഞ് സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കെ.ബി. ഗണേഷ് കുമാർ പത്തനാപുരത്ത് LDF സ്ഥാനാർത്ഥിയായാലും ജയിക്കും, UDF സ്ഥാനാർത്ഥിയായാലും ജയിക്കും. അപ്പോൾ UDF സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ ഒരു സീറ്റ് കൂടി UDF-ന് അധികം ലഭിക്കും. എന്തിനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വെറുതെ കളയുന്നത് എന്ന ചോദ്യമാണ് UDF നേതാക്കളിൽ പലരും ഉയർത്തുന്നത്. മുസ്ലിം ലീഗിന് ഗണേശനോട് താല്പര്യമുണ്ട്. കാരണം PK കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവരും ഇപ്പോഴും കെ.ബി. ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്ന പലരും ഇപ്പോൾ കോൺഗ്രസിലും UDF-ലും നിശബ്ദരാണ്. അതുകൊണ്ട് അവർ എതിർവാദങ്ങളൊന്നും ഉയർത്തുകയുമില്ല. അതുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാറിനെ വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ പലരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് ഇടങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ തന്നെ അനൗപചാരികമായ ചില ചർച്ചകൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. കാരണം ജ്യോതികുമാർ ചാമക്കാല കെ.ബി. ഗണേഷ് കുമാറിനെതിരെ തുറന്ന ആക്രമണങ്ങളിലൊക്കെ TV ചാനലിലൂടെ നടത്തുമ്പോഴും മറ്റ് കോൺഗ്രസ് നേതാക്കൾ പലരും നിശബ്ദരാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ പലരും ഗണേഷ് കുമാറിനെതിരെ നിശബ്ദരാണ് എന്ന് ഓർക്കുക. ഗണേഷ് കുമാറിനെതിരെ അത്തരത്തിലുള്ള ആരോപണവും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഗണേഷ് കുമാർ UDF-ലേക്ക് വന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് UDF നേതൃത്വം. കാരണം പത്തനാപുരം സീറ്റിൽ ഗണേശൻ ഏത് പാർട്ടിയുടെ ഏത് മുന്നണിയുടെ ഭാഗമായി നിന്നാലും വിജയിക്കും. അപ്പോൾ എന്തിനാണ് ഒരു സീറ്റ് വെറുതെ കളയുന്നത്? പത്തനാപുരത്ത് ഗണേശനെ നിർത്തി വിജയിപ്പിച്ചാൽ പിന്നെ ആ ഒരു സീറ്റ് കൂടെ UDF-ന് ലഭിക്കല്ലോ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിനും ഓരോ ഇഞ്ചിനും പോരാട്ടം നടത്തി മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് UDF നേതൃത്വത്തിന് നന്നായി അറിയാം. അപ്പോൾ ഒരു സീറ്റ് കൂടി അധികം കിട്ടുകയാണെങ്കിൽ അത് ഗണേശൻ്റെ ചെലവിൽ കൂടി ആവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്, എന്നുള്ള ചിന്തയിലാണ് UDF നേതൃത്വം. അതുകൊണ്ട് തന്നെ കെ.ബി. ഗണേഷ് കുമാറിനെ സ്വീകരിക്കാൻ യാതൊരു വൈമുഖ്യവും തങ്ങൾക്ക് ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഇപ്പോഴേ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഗണേഷ് കുമാറാണ്.